നീ വല്ലാതങ്ങ് തിളയ്ക്കുന്നുണ്ടല്ലോ. നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ജയിപ്പിച്ചു നോക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ മത്സരിക്കാൻ വാടി. ഹലോ, ധൈര്യമുണ്ടോ? നിനക്കതിന് പറ്റുമോ? ഈ ജയമേ നേരിടാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? അമ്മയുടെ അനുഗ്രഹവും വേദവതി അമ്മയുടെ അനുഗ്രഹവും ഉണ്ടായ മാത്രം മതി. അംഗത്തിന് ഞാൻ തയ്യാർ. കുടുംബത്തിന് വേണ്ടി പോരാടുന്നവര് തോൽക്കില്ല. ഞങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല, പിന്നെ നിനക്കത് ഒറ്റയ്ക്ക് പറ്റുമോ? അവസരം തന്നാലല്ലേ അറിയാൻ പറ്റൂ. അവൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയല്ലേ അമ്മേ, ഒന്ന് സമ്മതിക്കേ. വേദ, ആവണി നമ്മുടെ കുടുംബകാര്യങ്ങളില് ഒരുപാട് തവണ തുണയായിട്ടുണ്ട്. ഒരവസരം കൊടുത്തൂടെ വേദ? ചെല്ലുമോളെ. ദേ നോക്ക്, നീയാണെങ്കിലേ 5 സെക്കൻഡ് സമയം പോലും എനിക്ക് വേണ്ടി വരില്ല. 1 2 3 ഗോ! എന്റെ അവന് ജയിക്കണേ അമ്മേ. അമ്മയുടെ പേര് സംരക്ഷിക്കണം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജയിച്ചിരിക്കും. കാണുന്ന പോലെയൊന്നും അല്ലല്ലോ, പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തിയാണല്ലോ ഇവക്ക്. ജയ് ജയ് ജയമ്മ! ജയ് അന്നപൂർണേശ്വരി! അവനിതാ സൂപ്പറാ. നീ എന്നെ തോൽപ്പിച്ചോ? ബാക്കിയുള്ള മത്സരങ്ങളിൽ നോക്കാം. നിങ്ങൾ ഒരു തവണ ജയിച്ചു, ഞങ്ങളും ഒരു തവണ ജയിച്ചു. ഇനി മത്സരങ്ങളൊക്കെ നിർത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സംഭവിക്കുന്നതെല്ലാം അമ്മ കാണുന്നുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ടതൊന്നും മത്സരത്തിൽ ജയിക്കാനായിരുന്നില്ല, ആരുടെ മേലും ആധിപത്യം സ്ഥാപിക്കാനുമല്ല. ചുറ്റുവട്ടത്തുള്ള എല്ലാ ഗ്രാമവാസികൾക്കും നല്ലത് സംഭവിക്കണം. എനിക്ക് ശേഷം ഞങ്ങളുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി. അതുകൊണ്ട് പഴയ പുരാണ ഗ്രന്ഥങ്ങളിലുള്ള പ്രസാദത്തിന്റെ രഹസ്യം എന്താണെന്ന് നിഹാരികയോട് പറഞ്ഞ് അവളുടെ കൈകൊണ്ട് പ്രസാദം ഉണ്ടാക്കി ഗ്രാമീണർക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കും. എന്റെ ബാധ്യതകൾ അത്രയും ഞാൻ അവളെ ഏൽപ്പിക്കണമേ.
മോള് നിഹാരിക, മോളിങ് വന്നേ. പ്രസാദം തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇനി മുതല് എന്റെ ഭാവി മരുമകളായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. പഴയ പുരാണ ഗ്രന്ഥങ്ങളിലെ രഹസ്യങ്ങള് എന്റെ മരുമകൾക്ക് പറഞ്ഞുകൊടുത്ത് ഇത്തവണ നിഹാരികയെ കൊണ്ട് പ്രസാദം പാകം ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവരും. പ്രസാദം ഉണ്ടാക്കുന്നത് എന്താ വലിയ റോക്കറ്റ് സയൻസ് ആണോ? ഇതൊക്കെ എനിക്കും ഉണ്ടാക്കാൻ അറിയാം. അതത്ര എളുപ്പമല്ല ജയമ്മ മാഡം. അതിന്റെ രഹസ്യം ഈ പഴയ പുരാണ ഗ്രന്ഥങ്ങളിലാണ് ഉള്ളത്. എന്റെ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ജനങ്ങളെ ചിലപ്പോ വിഡ്ഢികളാക്കാൻ പറ്റും. ഈ ജയമ അതി വീഴില്ല. ഒരു ഗ്രന്ഥവും പഠിക്കാതെ തന്നെ പ്രസാദം എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. അതെ മാഡം, വടംവലിയിൽ കിട്ടിയത് പോരെ, നമുക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ? പ്രസാദം തയ്യാറാക്കി കഴിഞ്ഞാ ജയിച്ചത് ഞാനാണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലേ? അത് അസാധ്യമാണ് ജയമ മാഡം. അനാവശ്യമായ ഇക്കാര്യത്തില് മത്സരിക്കാൻ വരണ്ട. ഒന്നുകൂടെ നാണം കെടേണ്ടി വരും. എന്തിനാ മേഡം? നിങ്ങൾക്ക് എന്തിനാ പേരുദോഷം ഉണ്ടാക്കുന്നേ? ദൈവമായിട്ട് മത്സരം വേണോ? അത് വേണ്ടെന്നേ. എല്ലാ വർഷവും വേദവതി തയ്യാറാക്കുന്ന അതേ പ്രസാദം ഞാനും തയ്യാറാക്കും. ആചാരപ്രകാരം അമ്മയ്ക്ക് ഞാൻ തന്നെ നിവേദ്യം സമർപ്പിക്കും. അത് കഴിഞ്ഞ് എല്ലാവർക്കും വിളമ്പിത്തരും. കൃഷിസ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെതറ്. അത് കഴിഞ്ഞ പിന്നെ നായ വന്ന് നക്കി കുടിച്ചോളൂ. ഹാസ്യം സഹോദര, ഹാസ്യം. മാഡത്തെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാ തല അടിച്ച് ഞാൻ പൊട്ടിക്കും. പ്രസാദം ഉണ്ടാക്കി ജയമ വിജയം വരിച്ച് മുന്നിൽ വരും. നിങ്ങളുടെ എല്ലാം അടുത്ത ദേവി ഞാനായിരിക്കും. മാഡത്തിനെ ക്രോധം കൂടുതലാ, ബോധം കുറവും. ജയമ ശരിക്കും ആ പ്രസാദം തയ്യാറാക്കി കഴിഞ്ഞാ എന്റെ അവസ്ഥ എന്താകും? ജയമ മാഡം അത്ര ധൈര്യത്തോടെ എന്തിനാ പോയെന്ന് മനസ്സിലാവണില്ല. അമ്മയ്ക്ക് മാത്രം തയ്യാറാക്കാൻ കഴിയുന്ന ആ പ്രസാദം ആ സ്ത്രീക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഉറപ്പായിട്ടും ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ജയമയ്ക്ക് പ്രസാദം തയ്യാറാക്കാനുള്ള അറിവൊക്കെ ഉണ്ടോ? ഇതിലെന്തോ ചതി നടക്കുന്നുണ്ടെന്ന് വേദവതിയുടെ കുടുംബത്തോടൊപ്പം ഗ്രാമവാസികളൊക്കെ കരുതുന്നുണ്ടാവും. യെസ്, ചതിയുണ്ട്. ആ ചതി എന്താണെന്ന് വെച്ചാൽ ജയമ എന്താ സുമവാ? ജയിക്കാൻ വേണ്ടി ഈ ജയമ എന്തു വേണമെങ്കിലും ചെയ്യും.
ഇങ്ങനൊക്കെ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ജയമല്ലേ മുഖ്യം. ജയമ്മ, വിജയം നിനക്ക. ആന്റി, എന്താ ആന്റി ആലോചിക്കുന്നേ? എല്ലാ വർഷത്തെയും പോലെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചു വന്നതാ. ജയമ്മ വന്ന് ഉത്സവത്തിന്റെ കാര്യക്രമങ്ങളൊക്കെ അലങ്കോലമാക്കി. സത്യമാണ്. പക്ഷേ ആന്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സങ്കടമില്ലാതിരിക്കും മോളെ. ചടങ്ങുകൾക്കുള്ള പ്രസാദം തയ്യാറാക്കി അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നെന്നും ആർക്കും പറയാൻ കഴിയില്ല. 4 ആളുടെ നല്ലതിനു വേണ്ടി, ഈ ഗ്രാമത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ആന്റി ചെയ്യുന്ന കാര്യങ്ങള് ജയമ്മ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അമ്മ എല്ലാവരുടെയും ക്ഷേമം മാത്രമേ ആഗ്രഹിക്കൂ. ജയമ്മ ഇതില് വിജയിക്കില്ല. ആന്റി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ദാ ഇപ്പൊ വരാം. ജയമ്മ മേഡം പോയിട്ട് കുറെ നേരമായല്ലോ, ഇനി വരാത്ത എന്താ? അമ്മയുടെ പ്രസാദം തയ്യാറാക്കാൻ പറ്റാതെ കഷ്ടപ്പെടുവാണെന്ന് തോന്നുന്നു. അതാ പ്രസാദമായിട്ട് വരുന്നുണ്ടല്ലോ. ആ, ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയണില്ല മാഡം. ഇതിലെന്തിനാ സംശയം തിരുമേനി? കെട്ടഴിച്ച് കാണിച്ചു തരാം ഞാൻ. നിൽക്ക്. ശരിക്കും വേദവതിയമ്മ ചെയ്യുന്ന പോലെയാണെന്ന് നിങ്ങൾ പറയും. വേദവതിയമ്മ തന്നെ ഭലേ ഭേഷെന്ന് പറയും. ജയമേടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ എന്താ വിലയുള്ളത്? അത് ശരിയാണല്ലോ ചേട്ടാ. ഇത്രയും കാലം എന്തോ വലിയ രഹസ്യം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചത് വെറുതെ ആയിപ്പോയി. ആണല്ലേ മാഡം? പെട്ടെന്ന് നിങ്ങൾ അതിന്റെ അടപ്പ് തുറന്നേ. ഇവരെ എല്ലാരെയും അങ്ങ് ഞെട്ടിപ്പിക്കുന്നേ. എന്നാ അങ്ങനെ ആവട്ടെ, തുറന്നേക്കാം. ബലേപേഷെന്ന് പറയേണ്ടത് ഇതിനാണോ? എല്ലാവരും നാട് വിടുന്നു തോന്നുന്നു. കൊണ്ടുവന്നപ്പോ ഈ കളറിലല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ആയതെന്താ? ജയമോ മാഡം, എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാ എല്ലാം ഇങ്ങനെയായത്. ദൈവവുമായിട്ടുള്ള മത്സരം നല്ലതല്ല. പ്രസാദം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല മാഡം. നിങ്ങളെ അപമാനിക്കാനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കണം. അഹങ്കാരം കൊണ്ട് സർവ്വതും കീഴടക്കാൻ പറ്റില്ലെന്ന് ഈ ജയമ്മയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അതെ, തെറ്റ് സംഭവിച്ചു. ഇനിയും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നത് പോലെയാകും. നിങ്ങൾ ആരും കാണാതെ പരമപുരാണ ഗ്രന്ഥം ഞാൻ എടുത്തിരുന്നു. ആ ധൈര്യത്തിലാ പ്രസാദം തയ്യാറാക്കാൻ ഞാൻ പോയത്. എന്റെ ഈ വാശിക്കും നിങ്ങളുടെ ജാതകത്തിനും ഇടയിൽ എത്ര വലിയ ദൂരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായമ്മേ.
നിങ്ങൾ ഈ ഗ്രാമങ്ങളുടെ ക്ഷേമം മാത്രം ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഗ്രാമങ്ങളുടെ അധികാരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനനായകന്മാർ ജനങ്ങളുടെ ആദരവ് നേടി വിജയിക്കുമ്പോഴാ അത് ശരിക്കും വിജയമാണെന്ന് എനിക്ക് മനസ്സിലായമ്മ. ഞാനിവിടെ ചെയ്തു കൂട്ടിയത് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട്. ഞാൻ പരാജയപ്പെട്ടെന്നും വേദവതി അമ്മയാണ് വിജയിച്ചതെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സമ്മതിക്കുന്നു. എല്ലാവരും വലിയ മനസ്സ് കാണിച്ച് എന്നോട് ക്ഷമിക്കണം. നല്ലത് ചെയ്താല് അഭിനന്ദനങ്ങള് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരും ജയമ്മ. ഇനിയിപ്പോ പ്രസാദത്തിന്റെ കാര്യം എങ്ങനെയാ? അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. ഈ കൈകൊണ്ട് ഇനി അത് ബുദ്ധിമുട്ടാവും. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല തിരുമേനി. എന്നോട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിരുന്നതല്ലേ അമ്മ? അതാ മോളെ ഇനി ചെയ്യാനുള്ളത്. വരും മോളെ. നിൽക്കുക അമ്മേ. ഒരു കാര്യമുണ്ട്, അനിഷ്ടമൊന്നും തോന്നണ്ട. ആ കുട്ടിയുടെ കഴുത്തില് മോൻ ഇതുവരെ താലി കെട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഇത്രയും വലിയ ബാധ്യത ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്നും മാതൃകയല്ലെന്നുമാണ് എന്റെ അഭിപ്രായം. പക്ഷേ അതിന് സമയമില്ലല്ലോ തിരുവേനി. അപ്പോ പ്രസാദം ഇല്ലെന്നാണ് പറയണേ? ഉണ്ട്. അമ്മയുടെ അനുഗ്രഹത്താൽ അന്ന് ഗ്രാമോത്സവത്തിൽ എനിക്ക് പ്രസാദം തയ്യാറാക്കാൻ സാധിച്ചു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ തയ്യാറാക്കിയത്. ജയമ്മ മാഡം, നിങ്ങൾ സ്വാർത്ഥത വെച്ച് തയ്യാറാക്കി. ഞാൻ വേദവതി അമ്മയുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ തയ്യാറാക്കിയ. വേദവതിയമ്മ തയ്യാറാക്കുന്ന പോലെ അത്രയും രുചികരമായിരിക്കില്ല, പക്ഷെ അതിന്റെ അടുത്തെങ്കിലും എത്തിക്കാണുന്ന എന്റെ ഒരു വിശ്വാസം. തിരുമേനി, അമ്മയുടെ മുന്നിൽ നിവേദ്യം സമർപ്പിച്ച് രുചി നോക്കിക്കോളൂ. അമ്മേ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോളാം. ആപത്തിലെ തുണയായി തീരുന്നത് അവളുടെ ശീലമാണ് തിരുമേനി. സ്വീകരിക്കാം. അമ്മേ, രുചിച്ചു നോക്കിക്കോളുക. ഞാൻ തയ്യാറാക്കിയ പോലെ തന്നെയുണ്ട് തിരുമേനി. ഗ്രാമോത്സവത്തിന് ആവനി ഉണ്ടാക്കിയ പ്രസാദം കഴിച്ചതല്ലേ? ഞങ്ങൾക്കത് അന്നേ തോന്നിയതാ. ശരിക്കും അത് അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടെന്ന് അതിലൊരു സംശയമില്ലമ്മേ. അവനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താനുള്ള ക്വാളിറ്റീസ് ഒരുപാടുണ്ടമ്മേ. ഒരുപാട് അങ്ങോട്ട് പുകഴ്ത്തല്ലേ ശ്രീകരേട്ട? അത് പുകഴ്ത്തലല്ല മോളെ, സത്യം. വന്നപ്പോ തൊട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കിവിടെ ജാതകമെന്ന അവകാശം കിട്ടിയിട്ടുണ്ടാവും. ആവനി പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ നന്നായി ആലോചിക്കുന്നുണ്ട്.
നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. വേദവതി അമ്മേ, ആരാ ഈ പെൺകുട്ടി? അതിഥിയായി ഞങ്ങളുടെ വീട്ടിൽ കാല് വെച്ചവളാ. അതിനുശേഷം ഞങ്ങളെ ഇവള് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആശ്രയം തന്ന എന്നെ ആദരിച്ച് കുടുംബത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ പേരക്കുട്ടിയായിട്ട് കാവ്യയുടെ സ്ഥാനത്ത് പെണ്ണ് കാണലിന് ഒന്നിരിക്കണം മോള്. നീ ഇവിടുത്തെ മകളായിട്ട് അവിടെ ഇരുന്ന എല്ലാ പ്രശ്നം തീർന്നോളും. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം ഇല്ലാതാവും. ആ വിധത്തില് അതിഥിയുമായി ഒരാത്മബന്ധമുണ്ടായി. ഒരു വശത്ത് നിങ്ങളുടെ ജാതകത്തിലുള്ള പെൺകുട്ടി, മറ്റൊരു വശത്ത് നിങ്ങളുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ത്യജിക്കുന്ന മറ്റൊരു പെൺകുട്ടി.